വിപിൻജി, ഐ ഹാപ്പൻ ടു സീ എ പോസ്റ്റ് ഈ ഇടവേള സമയത്ത് കണ്ടു. വി നീഡ് ടു സ്റ്റാർട്ട്, ഒരു ജേർണലിസ്റ്റിൻ്റെ ഇതാണ്, വി നീഡ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ടു ചേഞ്ച് അവർ മിലിറ്ററി സ്ട്രാറ്റജീസ് ഇൻ ദ വേ അവർ ആംഡ് ഫോഴ്സസ് ഹാൻഡിൽ ദ ഡ്രോൺസ്, മിസൈൽസ് ആൻഡ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഫ്രം പാകിസ്ഥാൻ. ഇത് കൈകാര്യം ചെയ്ത രീതിയിൽ സേനയുടെ ഭാഗത്ത് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ? വി ഹാവ് ടു ചേഞ്ച് ആ മിലിറ്ററി സ്ട്രാറ്റജി എന്ന് പറഞ്ഞു വന്ന പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല, അത് അറിയില്ല. എന്താണ് അതിൻ്റെ ഓഥർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മിലിറ്ററി സ്ട്രാറ്റജി will always align with whatever are the political directions that are there, what are the objectives, എന്താണ് വേണ്ടതെന്ന് പൊളിറ്റിക്കൽ ഹയറാർക്കി ഡിസൈഡ് ചെയ്തതിന് അനുസരിച്ചായിരിക്കും മിലിറ്ററി സ്ട്രാറ്റജി ഉണ്ടാക്കുക. അതുപോലെ തന്നെ മിലിറ്ററി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് സബ്ജക്റ്റ്, ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പോൾ അതുകൊണ്ടൊരു ഇപ്പൊ പുതിയ വാർത്ത വരുന്നു വിപിൻജി, വീണ്ടും ആ സീസ് ഫയർ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു. അക്നൂരിൽ ഒക്കെ ഷെല്ലിംഗ് ഇപ്പോൾ തുടരുകയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന്. അങ്ങനെ ഒരു സൈനിക ഇടപെടൽ വീണ്ടും ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചതിയായിരുന്നോ? പാകിസ്ഥാൻ അക്നൂർ, ജമ്മു കാശ്മീർ ഇവിടെയൊക്കെ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു. വീണ്ടും വ്യാപക ഷെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓബിയസ്ലി നേരത്തെ ഉണ്ടായിരുന്ന സീസ് ഫയർ വയലേഷൻസിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒന്നുകിൽ ഇൻഫർമേഷൻ ഹാസ് നോട്ട് ട്രിക്കിൾ ഡൗൺ ടു ദ ലാസ്റ്റ് പീപ്പിൾ ഫ്രം ഈ മിലിറ്ററി ഹയറാർക്കിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇത് ചതിയാണ്. പക്ഷേ ഇത് സീസ് ഫയർ അനൗൺസ് ചെയ്തപ്പോഴും പൂർണ്ണ വിശ്വാസം വന്നിരുന്നില്ല പാകിസ്ഥാൻ ഇത് പാലിക്കും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ എൻ്റെ അനുമാനത്തിൽ അത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കാരണം അവർ ഒരു രീതിയിലും അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇല്ല. മിലിറ്ററി മൈറ്റ് നോക്കിയാലും, മിലിറ്ററി വെപ്പൺറി നോക്കിയാലും, എക്കണോമി നോക്കിയാലും, അതിൻ്റെ മിലിറ്ററി പേഴ്സണൽ നോക്കിയാലും ദേ ആർ ഓൾ മൊറാൽ ഡൗൺ ആയിട്ടുള്ള ഒരു ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു സേനയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. പക്ഷേ വയലേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ തിരിച്ച് ഡെഫിനറ്റ്ലി മറുപടി കൊടുക്കണം. അതിൽ യാതൊരു സംശയവും നമ്മളിപ്പോൾ വയ്ക്കേണ്ട കാര്യമില്ല. അനൗൺസ് ചെയ്തതിന് ശേഷം ഇഫ് ദേ ആർ വയലേറ്റഡ്, വി ആർ വെൽ വിത്തിൻ അവർ റൈറ്റ്സ് ടു ഹെഡ് ബാക്ക്, ആൻഡ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ദ കണ്ടീഷൻ ഫോർ സീസ് ഫയർ വയലേഷൻസ്. അതിൽ ദർ ഇസ് ആബ്സല്യൂട്ട്ലി നോ ഡൗട്ട്, ആൻഡ് ഐ എം ഷുവർ ദ മിലിറ്ററി ഹയറാർക്കി വിൽ ഡു ഇറ്റ്. ജോസഫ് സാർ, തനിക്കോണം കാണിച്ചു അല്ലേ പാകിസ്ഥാൻ? അല്ലെ, പറഞ്ഞു പറ്റിക്കുകയായിരുന്നില്ലേ? അവർ തന്നെ ഇങ്ങോട്ട് വരുന്നു, അതൊരു കപട നാടകമാണ് എന്നല്ല മനസ്സിലാക്കേണ്ടതോ? അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് വാസ്തവത്തിൽ തോന്നുന്നില്ല ഇപ്പോൾ. കാരണം ഒരു യുദ്ധം തുടർന്നു കൊണ്ടുപോകാനുള്ള ശേഷി അവർക്കില്ല. ഇത് ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ മെസ്സേജസ് ഈ അതിർത്തിയിലുള്ള സേനാ വിഭാഗങ്ങളിൽ എത്തപ്പെടാത്തത് കൊണ്ടായിരിക്കാം, നേരത്തെ കൊടുത്ത നിർദ്ദേശം പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. കാരണം അമേരിക്ക ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട്, പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് പരസ്പരം സംസാരിച്ചുകൊണ്ട് ഒക്കെ വന്നിരിക്കുന്ന ഈ ഒരു കരാർ അംഗീകരിക്കപ്പെട്ടു പോകാനാണ് സാധ്യത. ഇവരെ ലംഘിച്ചെങ്കിൽ അത് ഈ പറഞ്ഞ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പ് കൊണ്ടുണ്ടായ സംഭവമായിരിക്കാം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം.